ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് നമ്മൾ ഐക്രാഡ് സംഘടനയുടെ ബാക്കി ഡീറ്റെയിൽസാണ്. ഐക്രാഡ് സംഘടന നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള 6 ഘടകങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മുടെ ഡിഗ്രി ലെവലും +2 പ്രിലിംസിന് മെയിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്, അന്താരാഷ്ട്ര സംഘടനയുടെ ടോപ്പിക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഘടകങ്ങളൊക്കെ എടുക്കും. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നില്ല എന്നുള്ളത്. കാരണം ഫുൾ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഒരു 3-4 ക്ലാസ് എടുക്കും. പക്ഷേ എങ്കിലും അത് നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റഡായിട്ട് കണ്ടാൽ മാത്രം മതി. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം 6 ഘടകങ്ങൾ ഒന്നുകൂടി നമുക്ക് പറഞ്ഞിട്ട് 6 ഘടകങ്ങളിലേക്ക് കിടക്കാം. 1 ജനറൽ അസംബ്ലി എന്നറിയപ്പെടുന്ന പൊതുസഭ, 2 സെക്യൂരിറ്റി കൗൺസിൽ എന്നറിയപ്പെടുന്ന സുരക്ഷാ സമിതി, 3 എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്നറിയപ്പെടുന്ന സാമ്പത്തിക സാമൂഹിക സമിതി, 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നറിയപ്പെടുന്ന പരിരക്ഷാ സമിതി, 5 സെക്രട്ടേറിയറ്റ്, 6 ICJ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇതാണ് നമ്മളുടെ 6 ഘടകം. അതിൽ നമുക്ക് ഫസ്റ്റ് ഘടകമായ ജനറൽ അസംബ്ലിയിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിച്ചോണം. അപ്പോൾ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് നമുക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ജനറൽ അസംബ്ലി. കാരണം അത് പഠിക്കുമ്പോൾ അതിനകത്ത് ഓരോന്നിനും ഓരോ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ UN-ലെ എല്ലാ അംഗരാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം ഏതാണ്? പൊതുസഭയാണ്. UN-ൽ അംഗത്വമുള്ള ഇപ്പോൾ നിലവിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. അപ്പോൾ UN-ലെ അംഗസംഖ്യയുള്ള അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം ഏതാണ്? അത് പൊതുസഭ എന്നറിയപ്പെടുന്ന ജനറൽ അസംബ്ലി. പൊതുസഭയിൽ അംഗസംഖ്യ എത്രയാണ്? 193 അപ്പോൾ UN-ൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. ഇതിൽ അംഗസംഖ്യ എത്രയാണ്? 193. പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതാണ് പ്രത്യേകത. അപ്പോൾ പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതുകൊണ്ട് പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേരാണ് വാക്ക് ഫാക്ടറി എന്നറിയപ്പെടുന്ന പൊതുസഭയാണ്. അപ്പോൾ പൊതുസഭയിൽ നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ ആ ഒഫീഷ്യൽ ലാംഗ്വേജ് 6 ഭാഷയുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും എഴുതിയിട്ട് വരും. അപ്പോൾ പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയുണ്ട്, ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഭാഷയുണ്ട്, ഏതൊക്കെ ഭാഷയാണ്, എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതുകൊണ്ട് പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേരാണ് വാക്ക് ഫാക്ടറി എന്നറിയപ്പെടുന്ന പൊതുസഭയാണ്. ഇനി അപ്പോൾ പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേര് വാക്ക് ഫാക്ടറി എന്നറിയപ്പെടും. പൊതുസഭയിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് എത്ര പ്രതിനിധികളെ അയക്കാം? 5 ആണ്. പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തു നിന്നും എത്ര പ്രതിനിധികളെ അയക്കാം? 5. പക്ഷേ 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും ഒരു രാജ്യത്തിന് എത്ര വോട്ടാണ്? 1 വോട്ടേ ഉള്ളൂ. അപ്പോൾ UN-ലെ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. അംഗസംഖ്യ 193. അംഗസംഖ്യ ഓർമ്മിക്കണം, 193. പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതുകൊണ്ട് പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേര് വാക്ക് ഫാക്ടറി എന്നറിയപ്പെടുന്ന പൊതുസഭ. പൊതുസഭയിൽ ഒരു രാജ്യത്തിന് എത്ര പ്രതിനിധികളെ അയക്കാം? 5. അതുകൊണ്ട് ഓർമ്മിക്കണം, അതിന് 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും ഒരു രാജ്യത്തിന് 1 വോട്ട്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. അപ്പോൾ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് 5 പേര് അയക്കാം, പക്ഷേ ഒരു രാജ്യത്തിന് 1 വോട്ട്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. പൊതുസഭയിൽ അംഗങ്ങൾക്ക് എന്ത് പവറില്ല? വീറ്റോ പവറില്ല. പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ പൊതുസഭയിൽ അംഗങ്ങൾക്ക് വീറ്റോ പവറില്ല. എന്താണ് വീറ്റോ പവർ? 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കുള്ള പ്രത്യേക അധികാരം അല്ലെങ്കിൽ പ്രത്യേക പവറിന് പറയപ്പെടുന്ന പേരാണ് വീറ്റോ പവർ. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കുള്ള പ്രത്യേക അധികാരം അല്ലെങ്കിൽ പവറിന് പറയപ്പെടുന്ന പേര് വീറ്റോ പവർ. പൊതുസഭയിൽ അംഗസംഖ്യ നമ്മൾ പറയും. പൊതുസഭയിൽ അംഗസംഖ്യ 193. പൊതുസഭ വർഷത്തിൽ എത്ര തവണയാണ് സമ്മേളിക്കുന്നത്? 1 തവണയാണ്. പൊതുസഭ സമ്മേളിക്കുന്നത് വർഷത്തിൽ 1 തവണ. പൊതുസഭ ഓർമ്മിക്കണം, പൊതുസഭ സമ്മേളിക്കുന്ന വർഷത്തിൽ 1 തവണയാണ്. പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അംഗമായതിനാൽ പൊതുസഭ അറിയപ്പെടുന്ന പേര് ലോക് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന പൊതുസഭയാണ്. നമ്മളുടെ ഈ വേൾഡ് ബാങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ 3rd വിൻഡോ എന്നറിയപ്പെടുന്ന സാധനം വേൾഡ് ബാങ്കാണ്. അപ്പോൾ അതുപോലെ ഇതിനകത്തുണ്ട്. അപ്പോൾ ലോക് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് UN-ൻ്റെ പൊതുസഭയാണ്. അപ്പോൾ പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതുകൊണ്ട് പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേര് വാക്ക് ഫാക്ടറി. പൊതുസഭയുടെ അംഗസംഖ്യ 193. ഇനി പൊതുസഭ വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കുന്നു? 1 തവണ. അതുപോലെ പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും അംഗമായതിനാൽ പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേരാണ് ലോക് പാർലമെൻറ്റ്. UN-ൻ്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്ന പൊതുസഭയാണ്. UN-ൻ്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭ. ഇനി പൊതുസഭയിൽ അംഗങ്ങൾക്ക് ഓർമ്മിക്കണം, പൊതുസഭയിൽ അല്ലെങ്കിൽ UN-ൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. UN-ൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. ഇനി പൊതുസഭ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും എത്ര വർഷം ഒരിക്കലാണ് തിരഞ്ഞെടുക്കുന്നത്? ഓരോ വർഷം ഒരിക്കലാണ്. അപ്പോൾ പൊതുസഭയുടെ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെ കാലാവധി 1 വർഷമാണ്. സെക്രട്ടറി ജനറൽ കാലാവധിയാണ് 5 വർഷമാണ്. അപ്പോൾ പൊതുസഭയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്നു. പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കാൻ എത്ര ഭൂരിപക്ഷമാണ്? 3-2 ഭൂരിപക്ഷമാണ്.
അപ്പോൾ പൊതുസഭയിൽ ഓർമ്മിക്കണം, പൊതുസഭയിൽ ഏതൊക്കെ ഭാഷ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. UN അംഗത്തുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. UN പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങളും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പൊതുസഭ വിളിപ്പേരെന്നറിയ ലോക് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നു. ഇനി പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കാൻ 2/3 ഭൂരിപക്ഷം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്? രക്ഷാസമിതിയാണ്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്? രക്ഷാസമിതിയുടെയാണ്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്? രക്ഷാസമിതി. ICJയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും രക്ഷാസമിതിയും പ്രത്യേകം വോട്ട് ചെയ്താണ്. അപ്പോൾ UN സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭ ആരുടെ ചോദിച്ചിട്ടാണ്? ഓർമ്മിക്കണം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്? രക്ഷാസമിതി. ICJയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും രക്ഷാസമിതി എന്ന് പറഞ്ഞാൽ ജനറൽ അസംബ്ലി എന്നറിയപ്പെടുന്ന പൊതുസഭയും സെക്യൂരിറ്റി കൗൺസിൽ എന്നറിയപ്പെടുന്ന സുരക്ഷാ സമിതിയും പ്രത്യേകം വോട്ട് ചെയ്താണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ICJയിലെ ജഡ്ജിമാർ. ഇനി അതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 4-5 പോയിന്റ് ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം ആരുടെ പരിധിയിലാണ്? ഇത് നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എഴുതിയിട്ട് പോരും. അപ്പോൾ UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം ആരുടെ പരിധിയിലാണ്? പൊതുസഭ. UNൻ്റെ കാര്യവിചാര സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, ലോകത്തിൻ്റെ ചർച്ചാവേദി, UNൻ്റെ കാര്യനിർമ്മാണ സഭ, ലോകത്തിൻ്റെ തലസ്ഥാന നഗരം അല്ലെങ്കിൽ ലോകത്തിൻ്റെ നഗര സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? പൊതുസഭയാണ്. അപ്പോൾ ആ 4-5 പോയിന്റ് അറിഞ്ഞിരിക്കണം. UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം ആരുടെ പരിധിയിലാണ്? പൊതുസഭ. UNൻ്റെ കാര്യവിചാര സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, ചർച്ചാവേദി, UNൻ്റെ നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ നഗര സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? പൊതുസഭയാണ്. അപ്പം UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം ആരുടെ പരിധിയിലാണ്? പൊതുസഭ. UNൻ്റെ കാര്യവിചാര സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, ചർച്ചാവേദി, UN നിയമനിർമ്മാണ സഭ, UNൻ്റെ നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ നഗര സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? പൊതുസഭയാണ്. ഇനി നമ്മൾ പറയുക പൊതുസഭ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനും ഓരോ വർഷം ഒരിക്കൽ തിരഞ്ഞെടുക്കും. പൊതുസഭ വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കുന്നു? ഒരു തവണയാണ്. നമ്മൾ നേരത്തെ പറയും. ഇനി പൊതുസഭ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ മാസം 2ാമത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പൊതുസഭ സമ്മേളിക്കുന്നത് ഏത് മാസം ഏത് ഡേറ്റിനാണ്? സെപ്റ്റംബർ മാസം 2ാമത്തെ ചൊവ്വാഴ്ച. ഇനി UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അല്ലെങ്കിൽ UN ഇൻഫർമേഷൻ സെൻറ്റർ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ്. UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹി. പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി സമ്മേളിച്ചത് 2002-ലാണ്. പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി സമ്മേളിച്ചത് 2002. പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നോ പൊതുസഭയുടെ പ്രസിഡന്റ് ആദ്യ ഇന്ത്യൻ എന്നോ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ച ആൻസർ ഒരാളാണ്. ആൻസർ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953-ലാണ്. അപ്പോൾ UNൻ്റെ ഏറ്റവും വലിയ ഘടകം അറിയണം. എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം, എല്ലാ ഭാഷയിലും സംസാരിക്കാൻ പറ്റുന്ന ഘടകം, UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം, കാര്യവിചാര സഭ, ചർച്ചാവേദി, നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, ലോകത്തിൻ്റെ തലസ്ഥാന സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്ന പൊതുസഭ. ഇനി നമ്മൾ പറയാം പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി സമ്മേളിച്ചത് 2002. പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ്, വർഷം 1953. ചോദ്യങ്ങൾ 3 പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്, പൊതുസഭയുടെ ഇന്ത്യക്കാരനായ ആദ്യ വനിതാ പ്രസിഡന്റ്, പൊതുസഭയുടെ ഇന്ത്യക്കാരി ആദ്യ വനിതാ പ്രസിഡന്റ് എന്നൊക്കെ ചോദിച്ച ആൻസർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇനി പൊതുസഭ പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? തായ്വാനാണ്. വർഷം 1971-ലാണ്. അപ്പോൾ പൊതുസഭ പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? തായ്വാനാണ്. പൊതുസഭ പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? തായ്വാൻ. വർഷം 1971-ലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത സെക്യൂരിറ്റി കൗൺസിൽ പഠിച്ചിട്ട് വീണ്ടും നമുക്ക് പൊതുസഭയിലേക്ക് വരാം. അപ്പോൾ UN അംഗത്തുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. പൊതുസഭയിൽ അംഗസംഖ്യ 193. പൊതുസഭയിൽ ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കാം? എല്ലാ ഭാഷയിലും സംസാരിക്കാം. അതുകൊണ്ട് പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേര് വാക്ക് ഫാക്ടറി. പൊതുസഭയിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് എത്ര പേര് അയക്കാം? 5. പക്ഷേ ഒരു രാജ്യത്തിന് ഒരു വോട്ടേ ഉള്ളൂ. ഇനി പൊതുസഭയുടെ അംഗങ്ങൾക്ക് എന്താ പറയുക? വീറ്റോ പവറില്ല. പൊതുസഭയുടെ ആസനം എവിടെയാണ്? ന്യൂയോർക്ക്. ഇനി അംഗസംഖ്യ 193. പൊതുസഭ എത്ര വർഷത്തിലൊരിക്കൽ സമ്മേളിക്കുന്നു? അല്ലെങ്കിൽ വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കുന്നു? ഒരു തവണ. പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങളുടെ അംഗങ്ങൾ പ്രതിനിധിയായതിനാൽ ഈ പൊതുസഭ അറിയപ്പെടുന്ന വിളിപ്പേര് ലോക് പാർലമെൻറ്റ്. UNൻ്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്ന പൊതുസഭ. UNൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഘടകം. എല്ലാ വർഷവും പൊതുസഭ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നു. പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കുന്ന എത്ര ഭൂരിപക്ഷമാണ്? 2/3 ഭൂരിപക്ഷം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്? രക്ഷാസമിതി. ഇനി ICJയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയും രക്ഷാസമിതിയും പ്രത്യേകം വോട്ട് ചെയ്ത്. UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം, അതുപോലെ നമ്മളറിയാം കാര്യവിചാര സഭ, ചർച്ചാവേദി, നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ സമ്മേളന നഗരി, ലോകത്തിൻ്റെ നഗര സമ്മേളനം, തലസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ നഗര സമ്മേളനം എന്നൊക്കെ അറിയപ്പെടുന്നു. പൊതുസഭ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ മാസം 2ാമത്തെ ചൊവ്വാഴ്ച. UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹി. പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി സമ്മേളിച്ചത് 2002.
പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953. അത് പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിതാ പ്രസിഡന്റ്, പൊതുസഭ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ എന്ന് ചോദിച്ച ആൻസർ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. പൊതുസഭ പുറത്താക്കിയ ആദ്യ രാജ്യം ഏതാണ്? തായ്വാനാണ്. വർഷം 1971. ഇതിനകത്തുള്ള ഈ കാര്യം ഏറ്റവും വലിയ ഘടകം. അതുപോലെ നമ്മൾ UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം, ഇങ്ങനെയുള്ള പോയിന്റ്സൊക്കെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഇനി അടുത്ത് സെക്യൂരിറ്റി കൗൺസിലാണ്. ഇനി ശ്രദ്ധിച്ചിരുന്നണം, UN-ന്റെ ഭരണനയം സംബന്ധിച്ച പ്രധാന തീരുമാനം എടുക്കുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. UN-ന്റെ ഭരണനയം സംബന്ധിച്ച പ്രധാന തീരുമാനം എടുക്കുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ UN-ന്റെ ഭരണനയം സംബന്ധിച്ച പ്രധാന തീരുമാനം എടുക്കുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക. ഇനി സെക്യൂരിറ്റി കൗൺസിൽ അംഗസംഖ്യ എത്രയാണ്? 15 ആണ്. അതിൽ സ്ഥിരാംഗങ്ങൾ 5 പേര്, താൽക്കാലിക രാഷ്ട്രങ്ങൾ 10 പേര്. താൽക്കാലിക രാഷ്ട്രങ്ങൾ കാലാവധി 2 വർഷമാണ്. അപ്പോൾ സ്ഥിരാംഗങ്ങൾ എന്നറിയപ്പെടുന്ന 5 പേര് ഫ്രാൻസ്, UK എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, UK, റഷ്യ, അമേരിക്ക, ചൈന. അപ്പോൾ P5 എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ രക്ഷാസമിതിയിൽ അംഗസംഖ്യ 15 എണ്ണമാണ്. അപ്പോൾ നമ്മളെ പൊതുസഭയിൽ എത്രയുണ്ട്? 199. എത്ര രാജ്യങ്ങൾ വന്നാലും പൊതുസഭയാണ് ഉള്ളത്. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ അംഗസംഖ്യ 15 പേര്. അതിൽ പെർമനൻറ്റ് അംഗരാജ്യം 5 പേര്, ഫ്രാൻസ്, UK, റഷ്യ, അമേരിക്ക, ചൈന. ഇനി ഈ അംഗരാജ്യങ്ങൾ ഓർമ്മിക്കണം. താൽക്കാലിക രാഷ്ട്രങ്ങൾ എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ഈ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരത്തിന് പറയപ്പെടുന്ന പേരാണ് വീറ്റോ പവറാണ്. അപ്പോൾ സ്ഥിര അംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരത്തിന് പറയപ്പെടുന്ന ഒരു വീറ്റോ പവർ. എന്താണ് വീറ്റോ പവർ? 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കുള്ള പ്രത്യേക അധികാരം. അപ്പോൾ എന്താണ് വീറ്റോ പവർ? 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കുള്ള പ്രത്യേക അധികാരം. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, UN-ന്റെ കാര്യനിർവഹണ ഘടകം. ഇവിടെ നമ്മൾ പറഞ്ഞു കാര്യവിചാര സഭയാണ്. അപ്പോൾ ഇവിടെ അതിനകത്ത് ഓർമ്മിക്കണം UN-ന്റെ കാര്യനിർവഹണ ഘടകം. അതിൽ ബിഗ് 5 അല്ലെങ്കിൽ പെർമനൻറ്റ് 5 എന്നൊക്കെ അറിയപ്പെടുന്നത് P5 ഉൾപ്പെട്ട നമ്മൾ 5 രാജ്യങ്ങളാണ്. അപ്പോൾ ബിഗ് 5 എന്നോ പെർമനൻറ്റ് 5 എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സ്ഥിരാംഗത്തുള്ള രാജ്യങ്ങൾ. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഓർമ്മിക്കണം, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കാലാവധി എത്രയാണ്? 1 വർഷമാണ്. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കാലാവധി എന്ന് പറയുക സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷൻ്റെ കാലാവധി എന്ന് പറയുക 1 വർഷം. UN-ന്റെ സൈനിക ഓർമ്മിക്കണം, UN-ന്റെ സൈനിക നടപടി ഏജൻസി എന്നറിയപ്പെടുന്നത്, UN-ന്റെ സൈനിക നടപടി ഏജൻസി എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മളുടെ സെക്യൂരിറ്റി കൗൺസിൽ. അതിനകത്ത് പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത്. ഇതാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം. അതിൽ സ്ഥിരാംഗങ്ങളുടെ രാജ്യങ്ങൾ അതൊക്കെയാണെന്ന് ചോദിക്കാം. അതിൽ UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. UN-ന്റെ സുപ്രധാനവും ശക്തവുമായ ഘടകം എന്നറിയപ്പെടുന്നതും സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പം സെക്യൂരിറ്റി കൗൺസിൽ UN-ന്റെ ഭരണനയം സംബന്ധിച്ച പ്രധാന തീരുമാനം എടുക്കുന്ന സെക്യൂരിറ്റി കൗൺസിൽ. ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക. അംഗങ്ങൾ 15, സ്ഥിരാംഗങ്ങൾ 5, താൽക്കാലിക രാഷ്ട്രങ്ങൾ 10. താൽക്കാലിക രാഷ്ട്രങ്ങളുടെ കാലാവധി 2 വർഷം. സ്ഥിരാംഗങ്ങൾ അറിയപ്പെടുന്ന പേര് ബിഗ് 5 അല്ലെങ്കിൽ പെർമനൻറ്റ് 5 എന്നറിയപ്പെടുന്നു. കാര്യനിർവഹണ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിൽ എന്നറിയപ്പെടുന്ന സുരക്ഷാ സമിതി. ഇനി UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷൻ്റെ കാലാവധി 1 വർഷം. ഇനി സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ആൻസർ ന്യൂയോർക്ക് തന്നെയാണ്. ഇനി അതിൽ UN-ന്റെ സൈനിക നടപടി ഏജൻസി എന്നറിയപ്പെടുന്നു. UN-ന്റെ സുപ്രധാനവും ശക്തവുമായ ഘടകം. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന സെക്യൂരിറ്റി കൗൺസിലാണ്. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലേക്ക് താൽക്കാലിക അംഗരാഷ്ട്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും 5 പേര്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2, വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് 2, പൂർവ്വ യൂറോപ്പിൽ നിന്ന് 1, ടോട്ടലി 10 പേരാണ്. അപ്പോൾ നമ്മൾ സ്ഥിരാംഗങ്ങളുള്ള നമ്മൾ പറയും സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടൽ അംഗസംഖ്യ 15, സ്ഥിരാംഗങ്ങൾ എന്നറിയപ്പെടുന്ന 5 പേര്. ആ സ്ഥിരാംഗങ്ങൾ ഫ്രാൻസ്, UK, റഷ്യ, അമേരിക്ക, ചൈന. ഈ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ. അതിൽ പെർമനൻറ്റ് 5 അല്ലെങ്കിൽ ബിഗ് 5 എന്നൊക്കെ അറിയപ്പെടുന്നത് സ്ഥിരാംഗത്തുള്ള രാജ്യങ്ങൾ. ഇനി ഇതിനകത്ത് അറിയേണ്ടത് നമ്മൾ പറഞ്ഞു UN-ന്റെ കാര്യനിർവഹണ ഘടകം. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലേക്ക് താൽക്കാലിക മറ്റ് രാഷ്ട്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏഷ്യയിൽ നിന്ന് 5 പേര്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2, വെസ്റ്റ് യൂറോപ്പിൽ നിന്ന് 2, പൂർവ്വ യൂറോപ്പിൽ നിന്ന് 1, ടോട്ടലി 10 പേരാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണ പൊതുസഭ. ഇവിടെ നമ്മൾ പറയുക കാര്യനിർവഹണ ഘടകം. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഇനി നമ്മൾ അടുത്ത ഘടകമാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്നറിയപ്പെടുന്ന സാമ്പത്തിക സാമൂഹിക സമിതി എന്നറിയപ്പെടുന്നത്. അന്തർദേശീയ, ഇതിനകത്ത് പ്രത്യേകിച്ച് അറിയാം, അന്തർദേശീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മാനുഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഘടകം.
അന്തർദേശീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. പൊതുസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടെയാണ് ഇതിൽ ഇറങ്ങുന്നത്. പൊതുസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനെ ചുരുക്കപ്പേര് അറിയപ്പെടുന്ന പേര് എക്കോസോക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഘടകം. എക്കോസോക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഘടകം UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുമെന്ന ഘടകം എന്നറിയപ്പെടുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അപ്പോൾ നമ്മൾ പൊതുസഭ പറഞ്ഞ ഏറ്റവും വലിയ ഘടകം പറഞ്ഞു, ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം പറഞ്ഞു, കാര്യവിചാര സഭ, ചർച്ചാവേദി, നിയമനിർമ്മാണ സഭ, ലോകത്തിൻ്റെ സമ്മേളന നരി, ലോകത്തിൻ്റെ തലസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയും. അവിടെ നമ്മൾ പറയും ജനാധിപത്യ വിരുദ്ധ ഘടകം പറയും. ഈ 6 ഘടകങ്ങളെയും ഓർമ്മിക്കണം. UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം എന്നറിയപ്പെടുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇനി ഇതിനകത്ത് നമ്മൾ പറയും ഇതിനകത്ത് അറിയണം അംഗസംഖ്യ തുടക്കത്തിൽ എത്രയായിരുന്നു? 18. ഇപ്പോൾ അംഗസംഖ്യ എത്രയാണ്? 54. ഇതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെടുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അപ്പോൾ നമ്മൾ പറയും എക്കോസോക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടു. തുടക്കത്തിൽ അംഗസംഖ്യ 18, ഇപ്പോൾ അംഗസംഖ്യ 54. എക്കോസോക്കിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ആസ്ഥാനം ഉടയാണ് ന്യൂയോർക്ക് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് പറയുന്നത് UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെട്ടതാണ് നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെട്ടതാണ് സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലെ അംഗസംഖ്യ തുടക്കത്തിൽ 18, ഇപ്പോൾ അംഗസംഖ്യ 54. ചുരുക്കപ്പേര് അറിയപ്പെടുന്ന പേര് എക്കോസോക്ക്. രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെട്ടു. സെക്യൂരിറ്റി കൗൺസിലിൽ നമ്മൾ ടോട്ടൽ അംഗസംഖ്യ 15, അതിൽ സ്ഥിര 5 പേര്, താൽക്കാലിക രാഷ്ട്രങ്ങൾ 10 പേര്. താൽക്കാലിക രാഷ്ട്രം തിരഞ്ഞെടുക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 5, പശ്ചിമ യൂറോപ്പിൽ നിന്ന് 2, പൂർവ്വ യൂറോപ്പിൽ നിന്ന് 1, നമ്മുടെ ആഫ്രോ ഏഷ്യയിൽ നിന്ന് 5 പേര്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2, വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസിൽ 2 പേര്, പൂർവ്വ ഈസ്റ്റ് യൂറോപ്പിൽ നിന്ന് ടോട്ടലി 10 പേരാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മാനദണ്ഡം അറിഞ്ഞിരിക്കണം. അപ്പോൾ UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെടുന്നതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ഇനി വീണ്ടും നമ്മൾ പറയും നമ്മൾ UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെട്ടു. UN-ന്റെ എല്ലാ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാരാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 6 ഏജൻസികളുണ്ട്. 6 ഏജൻസികളെ നിയന്ത്രിക്കുന്നതാരാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അപ്പോൾ ആ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഒരിക്കൽ കൂടി അന്തർദേശീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മാനുഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഘടകം. പൊതുസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. തുടക്കത്തിൽ അംഗസംഖ്യ 18, ഇപ്പോൾ അംഗസംഖ്യ 54. ചുരുക്കപ്പേരെന്ന് പറയും എക്കോസോക്ക് എന്നറിയപ്പെടും. UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. ഇനി നമ്മളറിയാം UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം. UN-ന്റെ എല്ലാ പ്രത്യേക ഏജൻസികളെയും നിയന്ത്രിക്കുന്നതാരാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്നറിയപ്പെടുന്ന എക്കോസോക്കാണ്. അപ്പോൾ വീണ്ടും ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നറിയപ്പെടുന്ന പരിരക്ഷാ സമിതിയാണ്. അത് പ്രത്യേകിച്ച് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുള്ളൂ. UN-ന്റെ കീഴിൽ ട്രസ്റ്റുകളായി വരുന്ന പ്രദേശങ്ങളുടെ ഘടകം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ട്രസ്റ്റുകളായി വരുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ UN-ന്റെ കീഴിൽ ട്രസ്റ്റുകളായി വരുന്ന പ്രദേശങ്ങളുടെ ഘടകം. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ഉടയാണ് ന്യൂയോർക്ക് തന്നെയാണ്. ഇത് സമ്മേളിച്ചിരുന്നത് 2 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ മറ്റ് ഘടകങ്ങളെല്ലാം വർഷത്തിലൊരിക്കൽ സമ്മേളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സമ്മേളിച്ചുകൊണ്ടിരുന്നത് 2 വർഷത്തിലൊരിക്കൽ. UN-ന്റെ കാലഹരണപ്പെട്ട ഘടകം, നിർത്തൽ ചെയ്ത ഘടകം, പ്രവർത്തന രഹിതമായ ഘടകം എന്നൊക്കെ അറിയപ്പെട്ടത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നറിയപ്പെടുന്ന പരിരക്ഷാ സമിതിയാണ്. അപ്പോൾ നമ്മൾ പൊതുസഭയിൽ അംഗസംഖ്യ 193, പൊതുസഭയുടെ ആസ്ഥാനമുടയാണ് ന്യൂയോർക്ക്. പൊതുസഭയിൽ ഒരു രാജ്യത്തിന് 5 പേരെ അയക്കാം, പക്ഷേ ഒരു രാജ്യത്തിന് 1 വോട്ട്. പൊതുസ്ഥലങ്ങൾക്ക് വീറ്റോ പവറില്ല. UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം ഏറ്റവും വലിയ ഘടകം. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞു. പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി സമ്മേളിച്ച് 2002. പൊതുസഭയുടെ പ്രസിഡന്റിൻ്റെ വൈസ് പ്രസിഡന്റ് 1 വർഷം. പൊതുസഭ വർഷത്തിൽ എത്ര തവണ സമ്മേളിക്കുന്നു? 1 തവണ. സമ്മേളിക്കുന്ന സെപ്റ്റംബർ മാസം 2ാമത്തെ ചൊവ്വാഴ്ച. പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് പറഞ്ഞു. സെക്യൂരിറ്റി കൗൺസിൽ UN-ന്റെ ഭരണനയം സംബന്ധിച്ച പ്രധാന തീരുമാനം സെക്യൂരിറ്റി കൗൺസിൽ. ലക്ഷ്യം അന്താരാഷ്ട്ര സമാധാനം സുരക്ഷയും ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. ഇനി നമ്മൾ പറയാം UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. P5 അല്ലെങ്കിൽ പെർമനന്റ് 5 എന്നറിയപ്പെടുന്ന ഫ്രാൻസ്, UK, റഷ്യ, അമേരിക്ക, ചൈന ഇവർക്കുള്ള പ്രത്യേക പവറാണ് വീറ്റോ പവർ. എന്താണ് വീറ്റോ പവർ? 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കുള്ള പ്രത്യേക അധികാരം. അടുത്ത നമ്മൾ പറയുക എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. UN-ന്റെ കീഴിൽ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മാനുഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഘടകം. തുടക്കത്തിൽ അംഗസംഖ്യ 18 ആണെങ്കിൽ ഇപ്പോൾ അംഗസംഖ്യ 54. UN-ന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകം. UN-ന്റെ രാഷ്ട്രീയ ഇതര ഘടകം എന്നറിയപ്പെട്ടത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. UN-ന്റെ എല്ലാ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. UN-ന്റെ കീഴിലുള്ള ട്രസ്റ്റ് നമ്മൾ അടുത്ത് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. UN-ന്റെ കീഴിൽ ട്രസ്റ്റുകളായി വരുന്ന പ്രദേശങ്ങളുടെ ഘടകം. ട്രസ്റ്റിഷിപ്പ് സമ്മേളിച്ചത് 2 വർഷത്തിലൊരിക്കൽ. UN-ന്റെ കാലഹരണപ്പെട്ട ഘടകം, നിർത്തൽ ചെയ്ത ഘടകം,
പ്രവർത്തനരഹിതമായ ഘടകം എന്നൊക്കെ അറിയപ്പെട്ട ഏതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഈ UN കീഴിൽ ആകെ എത്ര ട്രസ്റ്റി പ്രദേശങ്ങളുണ്ടായിരുന്നു? 11. 11ാമതായി സ്വാതന്ത്ര്യം നേടിയ ട്രസ്റ്റി പ്രദേശം ഏതാണ്? പലാമു ആണ്. പലാമു. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനെ പിരിച്ചുവിട്ട വർഷം 1994 നമ്മുടെ 2010 ലാസ്റ്റ് ഗ്രേഡ് പോലത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായ പരീക്ഷയിൽ പോലും ഇത്രയും നിലവാരമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്ന UN പ്രവർത്തനരഹിതമായ ഘടകം 2010 11 വർഷമായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തെ പരീക്ഷയ്ക്ക് പോലും അത്രയും നല്ല നിലവാരമുള്ള ചോദ്യമാണ് അപ്പോഴും ചോദിച്ചത്. ഇപ്പോഴും UN പ്രവർത്തനരഹിതമായ നിർത്തൽ ചെയ്ത ഘടകം വേണമെങ്കിൽ വർഷം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എത്ര ട്രസ്റ്റി പ്രദേശം ഉണ്ടായിരുന്നു? 11. 11ാമതായി സ്വാതന്ത്ര്യം നേടിയ ട്രസ്റ്റി പ്രദേശം അറിയപ്പെടുന്ന പലാമു. എല്ലാത്തിനെയും കൂടി പിരിച്ചു ട്രസ്റ്റുകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനെ പിരിച്ചുവിട്ട വർഷം 1994. അപ്പോൾ നിർത്തൽ ചെയ്ത ഘടകം, പ്രവർത്തനരഹിതമായ ഘടകം, കാലഹരണപ്പെട്ട ഘടകം എന്നൊക്കെ അറിയപ്പെട്ടത് ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഏറ്റവും വലുതായിട്ട് പഠിക്കേണ്ടതാണ് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിനാക്കിയാലും പഠിക്കേണ്ടത്, കാരണം എല്ലാം ഒരുമിച്ചാക്കിയാലും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. UN ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോന്നിനും ഓരോ ഭരണനയം സംബന്ധിച്ച സെക്യൂരിറ്റി കൗൺസിലും ഇവിടെ നമ്മൾ പറഞ്ഞ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അതിൽ രാഷ്ട്രീയതര ഘടകം, ജനാധിപത്യ വിരുദ്ധ ഘടകം, ഏറ്റവും വലിയ ഘടകം, അതെല്ലാം പറഞ്ഞു. UN ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകം എന്നറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിയുടെ തലവൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ഈ സെക്രട്ടറി ജനറൽ കാലത്ത് എത്രയാണ്? 5 വർഷം. അതേ സെക്രട്ടറി ജനറലിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൻ്റെ പേര് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ട്, സട്ടൺ പ്ലേസ്. UN സെക്രട്ടറി ജനറൽ ഓർമ്മിക്കണം. സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ കഴിയാത്തത് ഏതൊക്കെ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കാണെന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ കഴിയാത്തത് നമ്മളെ P5 മെമ്പേഴ്സിലുള്ള രാജ്യങ്ങൾക്ക് ആർക്കും, രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ആർക്കും സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ ആ സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ കഴിയാത്തത് ഏതൊക്കെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏത് രാജ്യം എന്ന് ചോദിക്കുക. ഉദാഹരണം ഫ്രാൻസ്, UK, റഷ്യ, അമേരിക്ക, ചൈന, ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ആർക്കും തന്നെ നമ്മൾ UN സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് ഇനി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് തന്നെയാണ്. അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകം സെക്രട്ടേറിയറ്റിന് തലവൻ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷം. ഇനി നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസിൻ്റെ പേര് സട്ടൺ പ്ലേസ്. UN സെക്രട്ടറി ജനറലായി മത്സരിക്കാൻ കഴിയാത്തത് ഏതൊക്കെ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്? P5 ഉൾപ്പെട്ട സ്ഥിരാംഗത്തുള്ള രാജ്യങ്ങൾ. ഇനി നമ്മൾ കഴിഞ്ഞിടയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു പോയതാണ് നമ്മുടെ സെക്രട്ടറി ജനറൽമാരുടെ ഓർഡർ. സെക്രട്ടറി ജനറൽമാരുടെ ഓർഡർ ഇതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 പേരുണ്ട്. അപ്പോൾ നമുക്ക് രാജ്യവും വ്യക്തിയും ഒന്ന് പഠിച്ചു നോക്കാം. ഡ്രിഗ് വേലി പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, ഡ്രിഗ് വേലി രാജ്യം നോർവേ. അതാണ് ഇവിടെ അവരുടെ ഫസ്റ്റ് ആൽഫബറ്റും രാജ്യങ്ങളുടെ ആൽഫബറ്റും ഫസ്റ്റ് മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രിഗ് വേലി നോർവേ. ഡാക്ക് ഹമർസോൾഡ് രാജ്യം സ്വീഡൻ. യൂതാണ്ട് രാജ്യം ബർമ്മ. കൂർട്ട് വാൾഡ്ഹൈം രാജ്യം ഓസ്ട്രിയ. ജാവിയർ പെരസ് ഡി സ്ക്വയർ രാജ്യം പെറു. ബുട്രോസ് കാലി രാജ്യം ഈജിപ്റ്റ്. കോഫി അന്നൻ ഖാന. ബാൻ കി മൂൺ സൗത്ത് കൊറിയ. അന്റോണിയോ ഗുട്രസ് രാജ്യം പോർച്ചുഗൽ. അപ്പോൾ ഡ്രിഗ് വേലി രാജ്യം നോർവേ. ഡാഹമർസോൾഡ് രാജ്യം സ്വീഡൻ. യൂതാണ്ട് രാജ്യം ബർമ്മ. കൂർട്ട് വാൾഡ്ഹൈം രാജ്യം ഓസ്ട്രിയ. ജാവിയർ പെരസ് ഡി സ്ക്വയർ രാജ്യം പെറു. ബുട്രോസ് കാലി രാജ്യം ഈജിപ്റ്റ്. കോഫി അന്നൻ ഖാന. ബാൻ കി മൂൺ സൗത്ത് കൊറിയ. അന്റോണിയോ ഗുട്രസ് രാജ്യം പോർച്ചുഗൽ. ഓർമ്മിക്കണം, അന്റോണിയോ ഗുട്രസ് രാജ്യം പോർച്ചുഗൽ. അപ്പോൾ ഡ്രിഗ് വേലി രാജ്യം നോർവേ. ഡാഹമർസോൾഡ് രാജ്യം സ്വീഡൻ. യൂതാണ്ട് രാജ്യം ബർമ്മ. കൂർട്ട് വാൾഡ്ഹൈം രാജ്യം ഓസ്ട്രിയ. ജാവിയർ പെരസ് ഡി സ്ക്വയർ രാജ്യം പെറു. ബുട്രോസ് കാലി രാജ്യം ഈജിപ്റ്റ്. കോഫി അന്നൻ ഖാന. ബാൻ കി മൂൺ സൗത്ത് കൊറിയ. അന്റോണിയോ ഗുട്രസ് രാജ്യം പോർച്ചുഗൽ. ഡ്രിഗ് വേലി രാജ്യം നോർവേ. ഡാഹമർസോൾഡ് രാജ്യം സ്വീഡൻ. യൂതാണ്ട് രാജ്യം ബർമ്മ. കൂർട്ട് വാൾഡ്ഹൈം രാജ്യം ഓസ്ട്രിയ. ജാവിയർ പെരസ് ഡി സ്ക്വയർ രാജ്യം പെറു. ബുട്രോസ് കാലി രാജ്യം ഈജിപ്റ്റ്. കോഫി അന്നൻ ഖാന. ബാൻ കി മൂൺ സൗത്ത് കൊറിയ. അന്റോണിയോ ഗുട്രസ് രാജ്യം പോർച്ചുഗൽ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും നമുക്ക് മതി. കാരണം ഇതൊന്ന് ഇത്രയും മനസ്സിലാക്കിയെടുക്കാൻ തന്നെ നമുക്ക് 2 ദിവസം എടുക്കും. കാരണം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഈ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ദൈനംദിന പ്രവർത്തനം നിയന്ത്രിക്കുന്ന സെക്രട്ടേറിയറ്റ്, നിർത്തൽ ചെയ്ത ഘടകം, പ്രവർത്തനരഹിതമായ ഘടകം എന്നറിയപ്പെടുന്നത് നമ്മളെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, രാഷ്ട്രീയതര ഘടകം എന്നറിയപ്പെടുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. എല്ലാ ഘടകങ്ങളും മറ്റേ ഏറ്റവും വലിയ ഘടകം
UN ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം എന്നൊക്കെ അറിയപ്പെടുന്നത് പൊതുസഭയാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് എല്ലാ ഡീറ്റെയിൽസും നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക, പ്ലസ് റിപ്പീറ്റ് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൈമാറാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മളുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്ത് ഉണ്ടെങ്കിലും കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇടുക. കാരണം അതിനനുസരിച്ച് നമുക്ക് ഓരോ ക്ലാസ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റും പ്ലസ് ടുവിൻ്റെയും ഇതനുസരിച്ചുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ മാക്സിമം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നമുക്കുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കൃത്യമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ മാറ്റം കിട്ടുന്നതായിരിക്കും. ശരി, ഓക്കെ, താങ്ക്സ്.